ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സിയാൻസ് മീഡിയ. അങ്ങനെ നമ്മൾ UK സമ്മർ കാലമായി. സമ്മർ എന്ന് പറയുമ്പോഴത്തേക്കും ഒരു പ്രാവശ്യങ്ങളൊന്ന് ഗ്രില്ലടിക്കണ്ടേ. അപ്പോൾ നമ്മളും അതിനുള്ള പരിപാടിയാണ്. ഫ്രണ്ട്സിനെയൊക്കെ വിളിച്ചിട്ടുണ്ട്. അവരൊക്കെ എത്തുന്നതിന് മുമ്പേ ചിക്കനൊക്കെ റെഡിയാക്കി മസാലയൊക്കെ സെറ്റ് ചെയ്ത് ചിക്കനിലൊക്കെ നന്നായിട്ട് ഇങ്ങനെ പുരട്ടി ഒരു 2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കാനാണ് എൻ്റെ പരിപാടി. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു പണിപ്പുരയിലാണ്. ഫ്രണ്ട്സ് നമ്മൾ ഓരോരുത്തരായിട്ട് എത്തുന്നേ ഉള്ളൂ. ഫ്രണ്ട്സൊക്കെ എത്തിയപ്പോഴത്തേക്കും ഞാൻ ചിക്കനൊക്കെ കട്ട് ചെയ്ത് മസാലയൊക്കെ പുരട്ടി വെച്ചു. ശേഷം നമ്മൾ നല്ല കിടുക്കാച്ചി ചായയൊക്കെ ഉണ്ടാക്കി, ഉണ്ണിയപ്പവും നല്ല എരിവുള്ള മിച്ചറൊക്കെ കൂട്ടി നമ്മളങ്ങനെ ചായയൊക്കെ കുടിച്ച് കുശലമൊക്കെ പറഞ്ഞിരിക്കുകയാണ്. പിന്നെ നമ്മുടെ ചായ കൂടിയെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ പതിയെ നമ്മുടെ ബേബിയും കൊണ്ടുവന്ന നമ്മുടെ ഗ്രില്ല് അങ്ങനെ നമ്മുടെ കൂട്ടത്തിലുള്ള കൊച്ചച്ഛൻ എന്നറിയപ്പെടുന്ന നമ്മുടെ ജിതിൻ പ്രാർത്ഥിച്ച് ആശീർവദിച്ച് അങ്ങനെ നമ്മളങ്ങനെ തീയിടുകയാണ്. അങ്ങനെ നമ്മുടെ സംഭവം ഏകദേശം കത്തി പടരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഈ കനൽ മൊത്തം അങ്ങനെ അങ്ങോട്ട് സെറ്റാക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഓരോരോ പെയറായിട്ടാണ് ഇതിങ്ങനെ വീശാനുള്ള ജോലി നമ്മൾ കൊടുത്തേക്കണം. ആദ്യം നമ്മുടെ അജിതിനും അനുവും കൂടിയാണ്. പിന്നെ രണ്ടാമത് നമ്മുടെ ആനും സണ്ണിച്ചേട്ടനും അപ്പൻ്റെയും മോളുടെയും വകയായിരുന്നു. പിന്നെ അങ്ങനെ ഓരോരുത്തരും മാറി മാറി എല്ലാ പെയറിൻ്റെയും എന്താ പറയുക നല്ല വീശ് കാരണം സംഭവം സെറ്റായി. ചിക്കൻ അങ്ങനെ നമ്മൾ പുറത്തെടുത്തു. കനലൊക്കെ റെഡി ആയിട്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മളുടെ ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മളങ്ങനെ വയ്ക്കുകയാണ്. ആദ്യത്തെ റൗണ്ട് നമ്മൾ വെക്കുകയാണ്. സണ്ണിച്ചേട്ടനാണ് ഇന്ന് പായസവും കേക്കും ഒക്കെ ആയിട്ടാണ് വന്നേക്കണേ കേട്ടോ. എന്താണ് ഒക്കേഷൻ നമുക്കറിയത്തില്ല. അപ്പോൾ അത് സസ്പെൻസാണെന്ന് പറഞ്ഞാൽ നമുക്ക് എന്തായാലും ഇന്ന് തന്നെ ഈവനിങ്ങിൽ അറിയാം. കേക്ക് പുറത്തെടുക്കുമ്പോൾ നമുക്കറിയാം എന്താണെന്നുള്ളത്. ഇപ്പോൾ എന്തായാലും കേക്ക് ബോക്സിനകത്താണ്. നല്ല അടിപൊളി പായസമൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ കൂടുതൽ എക്സൈറ്റഡായി എല്ലാവരും. അങ്ങനെ നല്ലൊരു ഈവനിങ് ആയിരുന്നു. കുറച്ച് ദിവസമായിട്ട് മഴയൊക്കെ ആണെങ്കിലും ഇന്ന് നല്ല കാലാവസ്ഥയാണ്. അങ്ങനെ നമ്മൾ നമ്മുടെ ഫസ്റ്റ് റൗണ്ട് ചിക്കനൊക്കെ ഏകദേശം വച്ച് സെറ്റാക്കിയേക്കാണ്. അതിൻ്റെ പുറത്തൂടെ നമ്മളിനി കുറച്ച് നല്ല ബട്ടറൊക്കെ കൂടെ അങ്ങ് ചാമ്പി കൊടുത്ത് നമ്മൾ നല്ല ഫ്ലേവർ അങ്ങ് വരട്ടെ. ഇങ്ങനെ പുറത്ത് ഞങ്ങൾ ചിക്കൻ ഗ്രില്ല് ചെയ്യുമ്പോഴത്തേക്കും അവരകത്ത് നല്ലൊരു സാലഡൊക്കെ റെഡിയാക്കിയായിരുന്നു. അങ്ങനെ നമ്മുടെ അക്കമ്പനിമെൻറ്റ്സ് ഒക്കെ എടുത്ത് പുറത്തേക്ക് വെച്ചു. ചിപ്സ് ഉണ്ട്, കോള, കെച്ചപ്പ്, മയണൈസ്, കിടക്കാച്ചി, ഒരു സാലഡ് എല്ലാം റെഡിയാക്കി നമ്മൾ വെച്ചേക്കാണ്. ചിക്കൻ വരുമ്പോൾ തന്നെ അടിക്കാൻ വേണ്ടിയിട്ട്. നമ്മുടെ കുട്ടിപ്പട്ടാളെ ട്രംബിളിന് കിടന്ന് കളിച്ച് മറിഞ്ഞ് ക്ഷീണിച്ച് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ ഫസ്റ്റ് റൗണ്ട് ഓഫ് ചിക്കൻ റെഡി ആയിട്ടിരിക്കുകയാണ്. നമ്മൾ ഫ്രഞ്ച് ഫ്രൈസും അങ്ങനെ എല്ലാ സംഭവങ്ങളും കൂടി നമ്മുടെ കുട്ടിപ്പട്ടാളങ്ങൾക്ക് തന്നെ ആദ്യത്തെ റൗണ്ട് നമ്മളങ്ങ് കൊടുത്തു. സമ്മറായി തുടങ്ങിയതുകൊണ്ട് തന്നെ ഒത്തിരി ലേറ്റ് ആയിട്ടാട്ടോ ഇരുട്ട് വന്നത്. പക്ഷേ ഇപ്പോൾ നമ്മൾ ലൈറ്റൊക്കെ ഇട്ടു. നമ്മുടെ ഗ്രില്ലിങ് ഇങ്ങനെ കണ്ടിന്യൂസ്ലി നടന്നുകൊണ്ടിരിക്കുകയാണ്. 5 ചിക്കൻ ഉണ്ടായിരുന്നു. അപ്പോൾ റെഡിയാവുന്നതായിട്ട് ഇങ്ങനെ ഓരോരുത്തരെടുത്ത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ലൈവ് പരിപാടിയാണ്. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ ഒരുമിച്ച് അങ്ങനെ നല്ല എൻജോയ് ചെയ്ത് കഴിക്കുകയായിരുന്നു. ഞാൻ മസാല ഇട്ടതുകൊണ്ട് മാത്രം പറയാമല്ലോ, ഒരു രക്ഷയില്ലായിരുന്നു. പൊളി ടേസ്റ്റായിരുന്നു. ഇനി നമുക്കിടെ സണ്ണിച്ചേട്ടൻ എന്തിനാണ് പായസം കൊണ്ടുവന്നത്, എന്താണ് കേക്ക് കൊണ്ടുവന്നതെന്ന് ഉള്ള ഒരു സസ്പെൻസാണ്. നമുക്ക് അതിലേക്ക് പോകാം. എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ സസ്പെൻസ് ഇതായിരുന്നു. നമ്മുടെ സണ്ണിച്ചേട്ടൻ്റെ മകൻ ആൽബിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ നമ്മൾ ആൽബിനെ ഇങ്ങ് വിളിച്ച്, സണ്ണിച്ചേട്ടനെ ആൽബിനെയും ഈ കാർഡിഫിലുള്ള എല്ലാവർക്കും അറിയാം. കൈരളിയുടെയും അതുപോലെ ആൽബിൻ ലിറ്റിൽ കൊച്ചിയുടെയും ഓണേഴ്സാണ്. അപ്പോൾ ആൽബിൻ്റെ ബർത്ത്ഡേ ആൽബിനെ ഞങ്ങളുടെ കൂട്ടത്തിൽ അങ്ങനെ അധികം കിട്ടാറില്ല, എപ്പോഴും തിരക്കുള്ളതുകൊണ്ട്. അങ്ങനെ ഞങ്ങൾ ബർത്ത്ഡേ നല്ല അടിപൊളിയായിട്ട് സെലിബ്രേറ്റ് ചെയ്തു. പായസമൊക്കെ കുടിച്ച് കുറച്ച് ഗെയിമുകളൊക്കെ കളിച്ച് നമ്മൾ അങ്ങനെ ഒത്തിരി ലേറ്റായിട്ട് അങ്ങനെ ഞങ്ങൾ പിരിഞ്ഞു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഈ സമ്മറിൽ നിങ്ങൾ ഗ്രില്ല് ചെയ്തെങ്കിൽ കമൻറ്റ് ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.